ബെസ്റ്റ് വേണം, ഇവക്ക് ഹെൽപ്പ് ചെയ്യാൻ ആള് വേണം. എനിക്കും പലവട്ടം പറഞ്ഞു എന്റെ വാപ്പി വാപ്പി എന്ന് വിളിക്കല്ലത്. ഉസ്മാനെ നീ എന്നെ വാപ്പി എന്ന് വിളിക്കല്ലേ ഉസ്മാനെ. മദറിന്റെ പേര് കൺമണി. കൺമണിയാണോ നിന്റെ അമ്മ? ഹലോ ഹലോ പെരിയപ്പാ, നീ ബിസിയാ? അതെടാ ഞാൻ ബിസിയാ. നീ ആരാ? നീ എന്താ കാര്യം? പെരിയപ്പാ ഒരു ബിസിനസ് സംസാരിക്കണം പെരിയപ്പാ. പെരിയപ്പാ സോറി. എന്ത് ബിസിനസ്? എന്ത് ബിസിനസ്? ബിസിനസ് இல்ல பெரியப்பா, இங்க வந்து ஸ்கூல்ல ஒரு அல்கச்சர் கடை சேர்த்துட்டீங்களா உஸ்மான், அவ ரொம்ப டிஸ்டர்ப் பண்றான் பெரியப்பா. എടാ നിന്റെ അത്ര അഴുക്കല്ല എന്തായാലും ഉസ്മാൻ. നീയാണ് അവിടുത്തെ അഴുക്ക ചെറുക്കൻ എന്ന് പറഞ്ഞാൽ നീയാണ്. അല്ല പെരിയപ്പാ, അവ வந்து இப்பதான் சரி ஸ்கூலுக்கு ஏறனா லீடர்னு പറയறான். நான் லீடர் ஆகணும் പറയறான். நான் பண்டத்து நான் தான் லீடரே ഇവിടെ വന്നിട്ട് ഇപ്പൊ ലീഡർ പോട്ടി നാനും വരും ഞാനും ചെയ്യും പറയறான். പെരിയമ്മ வந்து ഫുൾ ആക്സസ് കൊടുക്കறாங்க. അവൻ ലീഡർ ആവാനുള്ള കഴിവുണ്ടോ? അവളുണ്ടായിരിക്കും അവൻ ലീഡർ ആയത്. பெரியப்பா அது போல പറയാതെ பெரியப்பா, ഇത്ര ദിവസം ഇതുപോലെ நாங்க தான் சிட்டில ஃபுல்லா ஸ்கூல்ல ஃபுல்லா படிச்சிட்டு இத்தனை ദിവസം நாங்க இவ இப்ப வந்து ஏறிட்டு நான் லீடர் ஆகணும் அது போலனா அது என்ன பெரியப்பா? എവിടെ ഉസ്മാൻ? ഇപ്പൊ എവിടെ ഉണ്ട്? நாங்க முதுகுல இருக்க பெரியப்பா. ഉസ്മാനെ കുട്ടി എന്നാ ഗ്യാങ് ഹൗസിനെ കൊണ്ടുവാ. ഓക്കേ പെரியப்பா. ഞാൻ കുറച്ച് ദിവസത്തേക്ക് സിറ്റി കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞല്ലേ. എന്തൊക്കെ ആവശ്യങ്ങളാ പെട്ടെന്ന് ചെയ്തു തീർക്കണ്ടേ, പെട്ടെന്ന് വരണ്ടേ, എന്തൊക്കെ കാര്യങ്ങൾ തീർക്കാണ്ട്. പുതിയൊരു വർക്ക് കൂടെ തരാം, കുഴപ്പമില്ല. വാറ് ജയിക്കണം നിർബന്ധം. അത് നീ പ്രാഗി തോപ്പിക്കാതിരുന്നാ മതി, മനസ്സിലായ? ഇതെന്തായാലും നിന്നോട് വെട്ടാൻ പറയൂല. നീ ദൈവം പ്രാഗി തോപ്പിക്കരുത്. ഈ കണ്ടികളെ ഞാൻ വെട്ടാൻ പറയൂല. നമ്മളെടുക്കൂല പിന്നെ അല്ല. ഹലോ ഹലോ പറ ദർശു. നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നോ? പിന്നെ മനസ്സിലല്ലേ നമ്പർ സേവ് ചെയ്തേക്കുന്നത്, ഫോണിലല്ലോ. ഞാനോർത്ത് നമ്പർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ മെസ്സേജ് ഇട്ടിട്ട് നോക്കാത്തത്. അല്ല, ഞാൻ സിറ്റിയിലോട്ട് കാല് കുത്തിയതേ ഉള്ളൂ. ഓ എന്നിട്ട് അപ്പുക്കുട്ടൻ അതെ, ഞാനൊരു കാര്യം പറയാനായിട്ട് വിളിച്ചതാ. അതെ, വാസണ്ണന്റെ അണ്ണൂന് എന്നോട് എന്തോ ഒരു ദേഷ്യമുണ്ട്. ജോക്കിക്കോ? ഓ കാരണം ഞാന് പോകുന്നതിനെ പറ്റി ചോദിച്ചില്ലേ. ജോക്കിക്ക് ഈ പോകുന്നതിനെ പറ്റി ചോദിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ജോക്കി എപ്പോൾ വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ദർശന ഇവിടെ ആരുമായിട്ടോ റിലേഷൻഷിപ്പില്ല. ജോക്കി പോയിട്ട് വേണം ദർശനയ്ക്ക് അവരെ വിളിക്കാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു തോട്ട് വരും ജോക്കിയുടെ മനസ്സിൽ. ഇവക്ക് എന്നെ പറഞ്ഞു വിട്ടിട്ട് എന്തോ ചെയ്യാനുണ്ട്. അതാണ് ജോക്കിയുടെ മനസ്സിലെ നെഗറ്റീവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കൂട്ടത്തിൽ കുറെ വിഷങ്ങളുണ്ടല്ലോ, ഇവന്മാരൊക്കെ എന്തെങ്കിലും ഓതി കൊടുത്തിട്ടുണ്ടാവും. സത്യം പറഞ്ഞ ഞാൻ ചോദിച്ചത് അണ്ണൻ എന്നോട് പറഞ്ഞില്ലേ, ജോക്കി അണ്ണുള്ളത് കൊണ്ട് കാണാനും വിളിക്കാനും ഒന്നും പറ്റൂലെന്ന്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളു എന്നാ പോകുന്നത്. ആണല്ലേ? എനിക്ക് മനസ്സിലായി, കാര്യം മനസ്സിലായി. ഞാൻ ജോക്കിയെ, പക്ഷെ ജോക്കിയുടെ അടുത്ത് എനിക്ക് അങ്ങനെ പെട്ടെന്ന് ദർശന അതല്ല ഉദ്ദേശിച്ച്, ദർശന ഇതാ ഉദ്ദേശിച്ച് എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജോക്കി വിചാരിക്കും ഞാൻ ഇംപ്രസ് ചെയ്യാൻ നോക്കുവാണെന്ന്. മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ ബുദ്ധിപരമായിട്ട് വേണ്ടേ കളിക്കാൻ. അല്ല, അപ്പൊ അണ്ണൂന്റെ അടുത്ത് എനിക്കൊരു നല്ലൊരു ഗുഡ് ഇമേജ് ഉണ്ടാക്കാൻ അപ്പക്കുട്ട ഹെൽപ്പ് ചെയ്യാതെ പറഞ്ഞു. എനിക്കിവിടെ എനിക്ക് സിറ്റിയിലുള്ളൊരു ഫ്രണ്ട് എന്ന് പറയാൻ അവനല്ലേ ഉള്ളൂ. അപ്പൊ അവനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അണ്ണൻ എന്തോ ജോലി കൊടുത്തെന്നോ അവനോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞെന്നൊക്കെ അവൻ എന്നോട് പറഞ്ഞു. അവന് ഞാൻ കുറച്ച് ജോലികൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവൻ ഭയങ്കര ഉത്തരവാദിത്വം ഒട്ടും ഇല്ല അവന്റെ സൈഡിൽ നിന്ന്. ഉത്തരവാദിത്വം ഇല്ലേ? എല്ലാ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ചെയ്യുന്നില്ല ഉത്തരവാദിത്വത്തോടെ. അതല്ലേ സത്യമാണോ? എന്ത് കാര്യം ഏൽപ്പിച്ചാലും അവനോട് ഒരു ഉത്തരവാദിത്വം ഇല്ല. അല്ല, അതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാണ്ട് ഇപ്പൊ അവൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അണ്ണനൊന്ന് അവനെ ഇവിടെ നിർത്തി എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊന്ന് ഏൽപ്പിക്കുവോ? അണ്ണുവിന്റെ അടുത്ത് നല്ല ഇമേജ് ആക്കാൻ.
ഉം, 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 ഉം. നല്ലൊരു ബുദ്ധിമുട്ടാണ്. ഉം, ഉം, ഉം. It's okay, it's okay. പിന്നെ അണ്ണാ ഉം. ഈ റബേക്ക ആരാണ്? ഹാ റബേക്ക നമ്മുടെ ഇവിടത്തെ ഒരു കുട്ടിയാണ്. നമ്മള് പണ്ട് നമ്മുടെ ഗാങ്ങിന്റെ കോ ലീഡർ ഉണ്ടായിരുന്നല്ലോ സരക്ക്. ആ ആ സരക്കിന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു റബേക്ക. ഓ, അപ്പൊ അണ്ണനുമായിട്ടൊരു പരിചയമില്ല? ഇല്ല, അങ്ങനെ നമ്മൾ സരക്കിന്റെ കൂടെ മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ കണ്ട് 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 അങ്ങനെ പരിചയമുണ്ട്. എന്നിട്ട് ആ കുട്ടി എന്നോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. പിന്നെ എങ്ങനെ പറഞ്ഞു? നിങ്ങൾക്ക് ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ആ അതാണ് അതാ ഞാൻ പറഞ്ഞേ, അത് ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട്സ് ആണ്. അതായത് ഇപ്പൊ 4 ചോദിക്കോ ഞാൻ ആ സമയത്ത് ഫുള്ള് സരക്കിന്റെ കൂടെ അല്ലായിരുന്നു. അപ്പൊ നമ്മൾ കൂടെ നടന്ന് അങ്ങനെ ഉറപ്പായിട്ട് നല്ല ഫ്രണ്ട്സ് ആണ്. വേറെ റിലേഷൻ ഒന്നും ഇല്ല? ഇല്ല വേറെ ഒന്നുമില്ല, വേറെ ഒരു പരിപാടിയില്ല. പക്ഷേ അതല്ല, വേറെ ബന്ധങ്ങളൊന്നും ഇല്ലോന്ന്. ഇവക്ക് ബെസ്റ്റ് വേണം, ഇവക്ക് ഹെൽപ്പ് ചെയ്യാൻ ആള് വേണം. എനിക്കും ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല ദർശന, അങ്ങനൊന്നുമില്ല. എന്നിട്ട് ഞാൻ അറിഞ്ഞത് അത് സൂസന്റെ സിസ്റ്റർ ആണെന്നാണല്ലോ. അപ്പൊ അതൊരു ബന്ധമല്ലേ? അല്ല, സൂസന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ സൂസൻ ഒറ്റ മോളെ ഉള്ളൂ, മനസ്സിലായ? സൂസൻ ഒറ്റ മോളെ ഉള്ളൂ. പക്ഷെ അവരിങ്ങനെ കൂടെ നടന്ന് നമ്മൾ ഈ അനിയത്തി ചേച്ചി ഇതെന്റെ ചേച്ചിയുടെ സ്ഥാനത്താ എന്നൊക്കെ പറയൂലേ, അങ്ങനത്തെ ഒരു സിസ്റ്ററാണ്, അല്ലാത്ത സിസ്റ്റർ അല്ല. ഞാൻ എന്നോട് എന്നെ പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ അല്ല ശരിക്കുള്ളതല്ല. ഞാനപ്പോ ജസ്റ്റ് ഒന്ന് ചോദിച്ചു പരിചയപ്പെട്ടതുകൊണ്ട്. ആ ഇല്ലല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ക്ലിയർ ആയിട്ട് വിളിച്ച് ചോദിക്കാമല്ലോ ദർശന, അതിനുള്ള സാധ്യത ഉണ്ടല്ലോ ദർശനക്ക്. പിന്നെ ആള് ഇത് അണ്ണനോട് പറയണ്ടെന്ന് ആദ്യമേ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ലേ പറഞ്ഞു ഞാനും എന്തായാലും കാണുമ്പോ പറയൂന്ന് പറഞ്ഞു. ഞങ്ങള് ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ട് പോയി. ഞങ്ങളെല്ലാം ഫ്രണ്ട്ഷിപ്പായി, നമ്പറൊക്കെ കൊടുത്ത് ഭയങ്കര കൂട്ടായി. ആണല്ലേ? ആ എന്തായാലും നന്നായി. നല്ലല്ലേ ഫ്രണ്ട്സിനെ മേക്ക് ചെയ്യുന്നത്. എന്നോട് എന്തെങ്കിലും അവിടെ സിറ്റിയിൽ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി പറഞ്ഞു. ഓക്കെ ദർശന, എനിക്ക് 10:30 ഒരു വാറുണ്ട്. അപ്പൊ നമ്മൾ അതിനൊന്ന് പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് റെഡിയായി നിൽക്കുമായിരുന്നു. ഞാൻ ഇവർക്ക് ഗണ്ണൊക്കെ ഒന്ന് എടുത്തു കൊടുത്തിട്ട് ഞാൻ വിളിക്കാവേ. ഓക്കെ പോയിട്ടോ. പറയാ பெரியப்பா என்ன விஷயம்னு பரையா பெரியப்பா. எலி பெரியப்பா வந்து ரொம்ப உசுப்பி ஏத்தி விட்டு உன்னை அப்பான்னு விളിക്കി வைக்கிறாங்க. நீங்க அப்பான்னு சொல்றாங்க. ரஷீத் ப்ரோ தேங்க் யூ so much ഖത്തർ റിയൽ 50. പറയടാ. ഹലോ വാപ്പി ഇങ്ങോട്ട് വന്ന സീക്രട്ട് വാപ്പിയാ നമ്മളോട് സണ്ട പോടാതെ. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞു എന്റെ വാപ്പി എന്ന് വിളിക്കല്ലത്. ഒരു കാര്യം പറയട്ടെ സീക്രട്ട്. എന്താ ടീച്ചർ പറഞ്ഞോ ഇന്ന് സ്കൂളില് ലീഡർ ആക്കാം. പക്ഷെ ഈ ക്ലാസ് 1-ന്റെ അടുത്ത് പറയണം അടിപൊളിയായിട്ട് പഠിപ്പിക്കണ്ട്, നന്നായിട്ടാണ് ഇവിടെ എല്ലാം ചെയ്യണേ, ഒരു നിലയും കൂടി സ്കൂളിൽ കെട്ടിട്ടുള്ള നന്നായിട്ട് പഠിപ്പിക്കാൻ കഴിയുമെന്ന് പറയാൻ പറഞ്ഞു. ഒരു നിലയും കൂടെ കെട്ടി തന്നാലോ? ആ വലിയ നിലയിലാണല്ലേ അവള് പറയുന്നത്. അവക്കിനി ഞാൻ നില പണിത് കൊടുക്കാം. അവളുടെ എടാ ഉസ്മാനെ ആ സ്കൂളിൽ നിന്നല്ല നിന്നെ ഞാൻ പഠിപ്പിക്കും. നിനക്ക് എന്തോ പഠിക്കട്ടെ? മലയാളം പഠിക്കണോ, തമിഴ് പഠിക്കണോ, ഹിന്ദി പഠിക്കണോ? മലയാളം സയൻസും പഠിച്ചായി. സയൻസ് മാത്രം സയൻസ് ഞാൻ പഠിപ്പിക്കാം. നമ്മൾ അങ്ങനെ ബയോളജിയിലൊക്കെ എത്ര മാർക്കാന്ന് ചോദിച്ചു. വിദ്യാഭ്യാസ കുറവുണ്ടോ നമുക്ക്? പിന്നെ അവക്ക് ഞാൻ ഇനി നില പണിത് കൊടുക്കാം. അവക്ക് നിനക്ക് സ്കൂളിൽ പോണോ? പോണം. എന്നിട്ട് എന്നെ സ്കൂൾ ലീഡർ ആക്കാം, ഫസ്റ്റ് ആക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയണം. ഇപ്പൊ വാപ്പി ഫോൺ ചെയ്തില്ല, അതെല്ലാം റേഡിയോയില് അപ്പൊ പറയാൻ പറഞ്ഞുകൊണ്ടിരിക്കാം. അവള് നിന്നെ ചാരനാക്കാനുള്ള പരിപാടിയാണല്ലേ? നിന്റെ അപ്പാണോ ചന്ദ്രൻ? നീ എന്തിനാ ചന്ദ്രനെ അപ്പാന്ന് വിളിക്കുന്നേ? ഓണായില്ല ട്രെയിൻ മാത്രമേ ഓടിയുള്ളൂ. നമ്മൾ കേട്ടില്ല, ബിജിഎം കേട്ടില്ല. കേട്ടോ ചന്ദ്രന്റെ ഇത്. പക്ഷെ ഇവന്റെ മുമ്പിൽ കളിയാക്കി പറയുന്നതിൽ ഇത് ചന്ദ്രന്റെ തന്നെയാണ്.
കള്ളന് കഞ്ഞി വെച്ച കൊച്ചു ആകെ പഠിപ്പിക്കാൻ വാപ്പി കംപ്ലൈന്റ് വാസണ്ണ ഞാൻ സത്യം പറയട്ടെ ഞാൻ എന്താ ചെയ്യണ്ട സത്യം പറയട്ടെ പറയട്ടോ ഇല്ല ഞാൻ പറയത്തില്ല. ആ സ്കൂൾ ലീഡർ ടീച്ചർ ഇല്ലേ ആ ടീച്ചർ സ്കൂളില് മഴ ക്ലാസ്സിലിരിക്കുമ്പോ മഴ പെയ്യും. പിന്നെ ആകെ പഠിപ്പിച്ചത് ബാബു ടീച്ചർ മാത്രം ആകെ പഠിപ്പിച്ചുള്ളൂ മലയാളം. വേറെ ഒന്നും പഠിപ്പിച്ചില്ല എന്നെ. ബാബു ടീച്ചർ മാത്രം ഇത്രയും നാളായിട്ട് നിന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ വേറെ ഒന്നും പഠിപ്പിച്ചില്ല. മലയാളം മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. സ്കൂളില് മഴ പെയ്യും, സ്കൂളിൽ ഇരിക്കുമ്പോ മഴ പെയ്യും. ലീക്കാണ് മേലെയൊക്കെ. അവിടെ ഫ്രണ്ടിലെ ടീച്ചർ ഉണ്ട് സ്കൂളിൽ ഒരു നില കൂടി പണിയാൻ വേണ്ടി. ഹലോ 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 മുസ്ലിനെ പറ. അവിടെ ഫ്രണ്ടിലെ ടീച്ചർ ഒരു നില കൂടി കിട്ടുമോന്ന് അറിയാൻ വേണ്ടി നിക്കണ്ട്. അവക്ക് 5 നില പണിയായി. ഇപ്പൊ ഒരു മിനിറ്റ് 5 നില പറഞ്ഞെന്ന് പറയാൻ നിന്നെ ലീഡർ ആക്കിക്കാം. പറഞ്ഞു എന്റെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് കോച്ച് പിള്ളേരെ പറഞ്ഞ അകത്തോട്ട് വിട്ടിട്ട് എന്താ പറയാനുള്ളതെന്നോ? കേറിയ മുട്ടാലും അല്ലേ ഓടിക്കുമല്ലോ. എന്താ കാര്യം? എന്തിനാ വിളിച്ചത്? ഈ കൊച്ചിറക്കം പറഞ്ഞ് വിളിക്കുന്നു. ഇല്ല വാപ്പി, ഇവിടെ നന്നായിട്ട് പഠിപ്പിക്കണേ. നമുക്ക് ഒരു സൗകര്യം വേണം സ്കൂളില്. ഒരു നല്ല ഇത് തരുമോ അത് ചോദിക്കാനാ വന്നു. എടാ ഒരു നില കൂടെ പണിയുന്നതിൽ ഭേദം ആ പൈസക്ക് ഞാൻ വേറൊരു സ്കൂൾ ഇവിടെ പണിതിട്ട് നിന്നെ അവിടെ പഠിപ്പിക്കുന്നില്ല. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഞാൻ വേറെ സ്കൂൾ പണിത് തരാടാ നിനക്ക്. പെരിയമ്മാവെ താണ്ടി ഒന്നുമേ ചെയ്യ മുടിയാതെന്നോ? പെരിയമ്മ ആരാണ്? പെരിയമ്മ ആരാ? ആറായി പെരിയമ്മ. അവിടെ എന്താണ് അങ്ങനെയാണല്ലേ കാര്യങ്ങള്? അങ്ങനെയാണ് കാര്യങ്ങൾ. ടിവിയുടെ ഒരു സ്കൂള് പണിത് അവിടെ പിള്ളേരെയും കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ഇനി എന്റെ ഉറക്കം, എന്റെ റെസ്റ്റ്. നമ്മുടെ പിള്ളേരെ സ്കൂള് ഒരു നിലയൊരു പണിയാനുള്ളത് തരും. എത്ര ഉണ്ട്? ഞങ്ങൾക്ക് താല്പര്യമില്ല. എത്ര ഉണ്ട്? അങ്ങനെ പറയില്ല. എല്ലാരും കത്തി അല്ല സംസാരിച്ചിട്ട് അപ്പൊ ഗുഡ് ബൈ. താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്മറീസ്. എന്താടാ കേട്ടില്ല? റേഡിയോയില് ചീത്ത വിളിക്കണോ എന്നാ എന്ത് പറഞ്ഞു? കുറ്റം പറഞ്ഞേ. എടാ ഞാൻ ഉസ്മാനെ നീ വന്നേടാ. ഉസ്മാനെ നീ എന്നെ വാപ്പിന്ന് വിളിക്കല്ലേ ഉസ്മാനെ? എന്താ വിളിക്കണ്ട? എനിക്ക് ഒരുപാട് പ്രായം തോന്നുന്നില്ലേ വാപ്പിന്ന് വിളിക്കുമ്പോ? ഇല്ല, എനിക്ക് 16 വയസ്സില്ലല്ലോ. പ്രായം തോന്നൂല. എടാ എന്നാലും എനിക്കിപ്പോ 28 വയസ്സല്ലേ ഉള്ളൂ. 16 വയസ്സുള്ള മോനുണ്ടാവണമെങ്കിൽ 12 വയസ്സിൽ എനിക്കൊരു കുഞ്ഞു വരണ്ടേ? അങ്ങനെ എന്തോ? പിന്നെ അങ്ങനെയില്ലേ? എന്നാ എന്താ വിളിക്കണ്ടനാ? വാസവനാന്ന് വിളിച്ചാ മതി. വാസവനാന്ന് വിളിക്കണം. ആ നീ വാപ്പിന്ന് വിളിക്കല്ലേ എന്നെ? ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഒരു മദർ ഉണ്ട്. 30-ാം തീയതി വരും. ഇനി നീ ഇപ്പൊ എന്നെ വാപ്പിന്ന് വിളിച്ചുകൊണ്ടിരുന്ന അതെന്റെ പെണ്ണുമ്പിള്ളയാവും. മദറിന്റെ പേര് കൺമണിന്നാ. 30-ാം തീയതി വരും. ഏത് കൺമണി? കൺമണി
പഴയ കൺമണി. കൺമണിയാണോ നിന്റെ അമ്മ? അതെ, 30-ാം തീയതി വരും. ഞാൻ അങ്ങോട്ട് കൊണ്ടുവരട്ടെ? 30-ാം തീയതി വരും. എങ്ങോട്ട്? നീ എവിടെയെങ്കിലും കൊണ്ടുപോ, ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഞാൻ ഇന്ന് എന്നെ രാവിലെ വിളിച്ചേക്കാം. എന്താ ഈ സുഖല്ലേ എന്നൊക്കെ ചോദിച്ചു വിളിച്ചു. എന്നിട്ട് 30-ാം തീയതി വരും പറഞ്ഞ് വിളിച്ചേക്കാം. നീ 30-ാം തീയതി എങ്ങോട്ടേലും കൊണ്ടുപോയി, ഇങ്ങോട്ടൊന്നും കൊണ്ടുവരരുത്. എനിക്ക് വേടില്ല, ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുന്നേ. ഞാൻ നിന്നെ ഏറ്റെടുത്ത് വളർത്താനാ ഇനി ഇതിനകത്തിട്ട്. അല്ല, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ ഞാൻ എലീനെ അടുത്ത് പറഞ്ഞു എനിക്ക് ഒരു മദറുണ്ട്, ഞാൻ ആളെ എന്റെ അപ്പീനെ കൂട്ടി സ്കൂളിലോട്ട് വരും പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞേ, നീ നേരെ കൂട്ടിക്കൊണ്ട് MRC കുടുംബ വീട്ടിലോട്ട് പോയിട്ട് ഷെയ്ക്കിനെ ഏൽപ്പിക്കും. കൺമണീനോ? പിന്നെ പുള്ളിക്കാവുമ്പോ ഏൽപ്പിക്കണ? പിന്നെ പുള്ളിക്കാവുമ്പോ ബാങ്കുണ്ട്, ബാക്കി ബിൽഡിങ്ങുകളുണ്ട്, ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട്, പുള്ളിക്ക് നോക്കാം. ഞാനും കൺമണി ഇത് ഒരുമിച്ചല്ലടാ പോട്ടെ, ഒരുമിച്ചല്ലടാ. ഞങ്ങള് ഒരുമിച്ച് പോകില്ലടാ. ഞങ്ങള് ഒരുപാട് അടിയൊക്കെ ആയി പിരിഞ്ഞാണ്. അതുകൊണ്ട് ഞങ്ങള് ഇതായിട്ട് പോകത്തില്ല. നീ ഷെയ്ക്കിനെ ഏൽപ്പിക്കും. ഷെയ്ക്ക് ആവുമ്പോ നല്ല രീതിയിൽ നോക്കിക്കോളും നിന്നെ. ഷെയ്ക്ക് നല്ലതല്ലേ നോക്കുന്നേ? നോക്കട്ടെ. അപ്പൊ പിന്നെ നിന്റെ അമ്മ നല്ല നോക്കാതിരിക്കുവോ ഷെയ്ക്ക്? അന്ന് ഞാൻ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ? ഇതിനെ ഒന്ന് ഒഴിപ്പിക്കാൻ ഞാൻ പെട്ട പാടെ എനിക്ക് അറിയത്തുള്ളൂ. എന്തിനു ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ? ഒഴിപ്പിക്കാനോ? അതെന്താ കഥ? മോനെ അതൊക്കെ പറയാൻ ഒരുപാടുണ്ട്. ആണോ? മണി എന്റെ മദർ പറയണ പോലെ ഞാൻ ചെയ്യാം. എന്തോ കേട്ടില്ല. കൺമണി പറയണ പോലെ ഞാൻ ചെയ്യാം. എടാ ഇവിടെ കൊണ്ടുവന്നാ ഞാൻ അവളെ വെടിവെച്ച് കൊല്ലുവേ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യും. എനിക്ക് അവളെ ഇഷ്ടമല്ല. പിന്നെ അതാ ഈ ഗോകുനെ കണ്ട, ഇവനെ കണ്ട, നീ ഇവനെ കണ്ട, അവന്റെ മുഖം നോക്കി എന്ത് ടെറർ നോക്കി. ഇവനാണ് കൺമണി കണ്ണെടുത്താ കണ്ടുകൂടാ. ഇവൻ ചിലപ്പോ എന്തെങ്കിലും ചെയ്ത് കളയും. കണ്ട 24 മണിക്കൂർ ബാറ്റൊക്കെ ആയിട്ട് നടക്കണം. കണ്ട കൺമണി ഒന്ന് ചേട്ടാ ഇപ്പൊ ചേട്ടാ പരുന്ത് വാപ്പി. അയ്യോ എടാ വാപ്പിന്ന് വിളിക്കല്ലേ, ഓൾഡ് ലൈവ് ബ്ലാസ്റ്റ്. അതൊക്കെ പഴയ ലൈവ് ബ്ലാസ്റ്റുകളെ പറ്റിയാണ് ഇവരൊക്കെ പറയണത്. ആ പറയടാ. ചീത്ത പറയുന്നു. ആര്? ഏത് ലേഡി? അവളുടെയൊക്കെ വായിന്ന് അത് പ്രതീക്ഷിച്ചാ മതി, മനസ്സിലായ? എങ്ങോട്ട് തിരിയാൻ പറ്റാത്ത അവസ്ഥയല്ലോ. ഋഷി ബ്രോ താങ്ക് യു സോ മച്ച് 200. ഇതാരാ ഈ ഇല്ല ഞാൻ നമ്പർ പുതിയ ഫോണല്ല. നമ്പർ മേടിക്കാണ് ഇവളുടെ അച്ഛനെ ഓർഡർ എടുക്കണം മത്തിക്ക് വേണ്ടി. ചോദ്യം, ഞാനൊരു ലാഗാണ് പക്ഷെ ഒരു വൈറസ് അല്ല. പറയൂ ദർശന. അല്ല ഞാന് സാർക്കേനെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ. പെട്ടെന്ന് രാവിലെ വന്നപ്പോ എന്റെ വണ്ടിയില് പിക്ക് ചെയ്തതാ. മനസ്സിലായോ? അതൊന്നും ഒരു കുഴപ്പമില്ല. കാര്യം അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ള ദർശന. ഉസ്മാൻ ഇല്ല, നമുക്ക് വേണ്ടപ്പെട്ട പയ്യനാണ്. ഞാൻ അവനെ ആ സ്കൂളിൽ പഠിക്കാൻ വിട്ടായിരുന്നു കേട്ടോ. അപ്പൊ അവന്റെ PTA ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാ. കാരണം എനിക്ക് പഴയ ബന്ധങ്ങളൊന്നും കീപ്പ് ചെയ്യുന്ന ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് എല്ലാം ഇപ്പൊ പിന്നെ ഈ ഇത് നന്ദിയുടെ കടപ്പാടിന്റെ ഒക്കെ കണക്ക് പറയും പിന്നീട്. ഇതാവുമ്പോ പൈസ കൊടുത്ത് നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടാണെങ്കിൽ ആരും കണക്ക് പറയാൻ വരത്തില്ല ദർശന. ഏത് അത് ശരിയാ, അങ്ങനെ വേണം. നമുക്ക് ആരുടെ പൈസയുടെ ആവശ്യം ഇല്ല. അതാണ് 17K വാച്ചിങ്. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഗേൾസിന് കയറാൻ പറ്റുമോ? ഇല്ല ദർശന, നോ വേ. നമ്മൾ ഒരാളെ പോലും കേട്ടിട്ടില്ല. ഹലോ ഫൈനാൻഷ്യൽ ഹോയ്.txt താങ്ക് യു സോ മച്ച് ബ്രോ, വെൽക്കം സ്ട്രീം. കേൾക്കാമോ? കേൾക്കാം. നമ്മൾ ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം
നമ്മുടെ ഫുഡ് കമ്പനിയാ ക്ലബ് ഇപ്പൊ തുടങ്ങാൻ പോണ കമ്പനി പേര് ബിസിനസ്. ആ അപ്പം നമുക്ക് കുറച്ച് ഫണ്ട് വേണം, അതാണ് നമ്മൾ വന്നത്. എത്ര ഫണ്ട് വേണം ബ്രോ എന്താണ് തന്നതെന്ന് നമ്മള് ആ തിരിച്ച് 2 മാസം തരുകയും ചെയ്യാം. പിന്നെ നമുക്ക് ഫുഡ് വീക്കിലി 60 ഫുഡും 60 വാട്ടറും എത്തിക്കണം. 2 വീക്കിനകത്ത് തിരിച്ചു തരാമോ? 2 മാസം അല്ലെങ്കിൽ 1 മാസം നിങ്ങൾ നമ്മള് പറഞ്ഞ സമയത്തിനാണ് തിരിച്ചു തരുന്നത്. എന്താ നിങ്ങളുടെ ക്ലബിന്റെ പേരെന്താ? EBT, എലൈറ്റ് ബിസിനസ് ട്രൈബ്. EBT. എന്നാലും മിനിമം എത്ര രൂപയുടെ ആവശ്യം ഉണ്ടാവും? ഒരു ബ്രോ എത്ര തരണം അത്ര നമുക്ക് തിരിച്ചു തരാന്ന്. അതിന്റെ കൂടെ ഒരു 50 CR കൂടെ കാണും. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പ്രോഫിറ്റ് ഇല്ല, അങ്ങനെ പറ്റില്ല. നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് നമ്മളല്ലേ ബ്രോ, നമുക്ക് അത്രയും ഇത് കുറവ് ഇൻട്രസ്റ്റിൽ പറ്റില്ല. എന്നാലും നിങ്ങളുടെ മിനിമം റിക്വയർമെന്റ് എത്രയാ? ഒരു 200. 200 കോടി ഞാൻ തന്ന എനിക്ക് 1 മന്തില് 300 CR റിട്ടേൺ ചെയ്യണം, പറ്റുമോ? ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് സംസാരിച്ചിട്ട് പറയാം. ഓക്കെ. അപ്പൊ ഫുഡിന്റെ കാര്യം എന്താ? ഫുഡ് വേണോ? അങ്ങനെ ഇല്ല, ഫുഡ് വേണ്ട, നമുക്ക് ഫണ്ടായിട്ട് തന്നാൽ മതി. ഓക്കെ, ഞാൻ സംസാരിച്ചിട്ട് പറയാം. ബ്രോന്റെ നമ്പർ 33 അല്ലേ? അതെ 33. ഞാൻ വിളിച്ചിട്ട് പറയാം. ഓക്കെ. വില്ലുമോൻ അവിടെ എന്തൊക്കെയോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കോളേജിന്റെ മാത്രം വില്ലുമോൻ എന്തൊക്കെയോ ദർശനം എടുത്ത് പറഞ്ഞ എന്തോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതിനെ പറ്റി. ഫോട്ടോ എന്തൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. മോബി ദർശൻ എന്റെ ഒരു ഫ്രണ്ട് മാത്രമാണ്. അല്ലേ? അപ്പൊ സൂസന്റെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. എത്ര പേര് വന്നു മൊത്തം? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20